ഗ്രേപ്സ് കൊണ്ട് ചെയ്തെടുക്കുന്ന നല്ലൊരു ടേസ്റ്റി ജാമിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം നമുക്കിതിലേക്ക് ഒരു 3/4 കിലോ വെയിറ്റിൽ ഗ്രേപ്സ് നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കുക. എന്നിട്ട് ആവിയിലൊന്ന് വേവിച്ചെടുക്കുക. അതേപോലെ ഒത്തിരി അങ്ങ് വെന്ത് പോകുന്ന രീതിയിൽ ചെയ്തെടുക്കേണ്ട. ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ. ഇതുപോലെ ഒന്ന് പൊട്ടിക്കിട്ടണമെന്നേ ഉള്ളേ. അപ്പോൾ നമ്മളിത് ആ ഒരു ഗ്രേപ്സ് വേവിക്കുന്ന സമയത്തുണ്ടല്ലോ ആ ഒരു ട്രേയിലേക്കോ മറ്റോ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ ചെറുതായിട്ട് ആ ഒരു ജ്യൂസും കൂടി നമുക്ക് കിട്ടുമേ. എന്നിട്ട് നമ്മൾ ചൂടൊക്കെ മാറിയതിന് ശേഷം മിക്സി ജാറിലേക്ക് മാറ്റുന്നുണ്ട്. കൂടെ ചെറിയ 2 കഷ്ണം പട്ട അല്ലെങ്കിൽ 2 കഷ്ണം ഗ്രാമ്പു എടുത്താലും മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അരിച്ച് മാറ്റുന്നുണ്ട്. ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി മധുരത്തിനായിട്ട് 1 കപ്പ് അളവിൽ പഞ്ചസാരയും കുറച്ച് മാത്രം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി ഒന്ന് തിളപ്പിച്ചൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. കുറുക്കിയെടുക്കാന്ന് പറയുമ്പോൾ ഒത്തിരി അങ്ങ് തിക്കായി പോകലും കേട്ടോ. അങ്ങനെയാണെങ്കിൽ തണുത്ത് വരുന്ന സമയത്ത് പിന്നെ നല്ല കട്ടിയിലായി പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ചെറിയൊരു തിക്നെസ് വരുന്ന സമയത്ത് നമുക്ക് മാറ്റാം. ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ടിയായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് നാരങ്ങാ നീര് ഒരു 1.5 ടീസ്പൂൺ അടുത്ത് മതി. ഒത്തിരി ആവുകയാണെങ്കിൽ പുളിരസം ഉണ്ടാവും. എന്നിട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് തണുത്ത് കിട്ടുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. എയർ ടൈറ്റ് ഉള്ള ടിന്നിലേക്ക് ക്ലീൻ ആയിട്ട് നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ പുറത്ത് തന്നെ വെച്ചാൽ മതി കേട്ടോ. ഫ്രിഡ്ജിലേക്ക് മാറ്റണമെന്നില്ല. ഒരു 2 വീക്സ് ഒക്കെ അങ്ങനെ ഇരിക്കും. അപ്പോൾ നല്ല ടേസ്റ്റുള്ള നല്ല അടിപൊളി ജാമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. മറ്റേ റെസിപ്പി ആയിട്ട് വരാം. താങ്ക്